കഴിഞ്ഞ വർഷത്തെ ആതിഥേയരായ ഖത്തർ അവരുടെ രണ്ടാം ലോകകപ്പിന് ഇന്നിറങ്ങും. 12:30 നടക്കുന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡാണ് എതിരാളി. ഇത്തവണത്തെ ഖത്തറിന്റെ പോരാട്ടത്തിനായി മലയാളികളും കാത്തിരിക്കുകയാണ്. ടീമിൽ ഇടം പിടിച്ച മലയാളി താരം തഹസിൻ മുഹമ്മദ് ഇന്ന് ബൂട്ട് കേട്ടുപോയെന്നതിലും ആശങ്കയുണ്ട്. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, ഖത്തറിന്റെ ആദ്യ മത്സരമാണ്, പക്ഷേ അതിലേറെ നമ്മുടെ എല്ലാം ആകാംക്ഷ തഹസിൻ മുഹമ്മദ് കളിക്കുമോ എന്നുള്ളതിൽ തന്നെയാണ്. എങ്ങനെയാണ് ഖത്തറിന്റെ പ്രതീക്ഷകൾ? നജ്മ, തീർച്ചയായിട്ടും മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം. കാരണം നമ്മൾ നേരത്തെ ഒക്കെ തഹസിൻ മുഹമ്മദിൻ്റെ ഖത്തർ ടീമിൽ ഇടം പിടിച്ചതിനെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചതാണ്. ലോകത്തുള്ള എല്ലാ മലയാളികളും അതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഗ്രൂപ്പ് ബിയിൽ ആദ്യ മത്സരത്തിൽ ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നത്. നമുക്കറിയാം, സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള ടീമാണ്, വളരെ ശക്തമായിട്ടുള്ള ടീമാണ്. കടലാസിലും അതുപോലെ കളിയിലും വളരെ കരുത്തരായിട്ടുള്ള ഈ ടീമിനെയാണ് ഏഷ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള ഖത്തർ ഇന്ന് ഖത്തർ സമയം 10 മണിക്ക്, നാട്ടിൽ 12:30 മണിക്ക് നേരിടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തലിലേക്ക് വരുന്ന സമയത്ത് സ്വിറ്റ്സർലൻഡാണ് ഫുട്ബോൾ പണ്ഡിറ്റുകൾ മുഴുവൻ ഈ ഒരു പോരാട്ടത്തിൽ വിജയ സാധ്യത കൽപ്പിക്കുന്നത്. കാരണം അത്രമാത്രം സ്ക്വാഡ് ഡെപ്തും അത്രമാത്രം കളിയിലെ സുപ്രീമസിയും ഈ സ്വിറ്റ്സർലൻഡിന് അനുകൂലമാണ്. അതേസമയം ഖത്തറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നോർമലി ഇവിടെയുള്ള ഖത്തറിൽ കളിച്ചു വളർന്ന പ്ലേയേഴ്സാണ്, ഇവിടുത്തെ ക്ലബ്ബുകളിൽ കളിക്കുന്ന കളിക്കാരാണ് ഖത്തർ സ്ക്വാഡിലുള്ളത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് 2018 ഒരു സൗഹൃദ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെ ഒരു ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചതിൻ്റെ ചരിത്രം കൂടി ഖത്തറിനുണ്ട്. ഇതൊക്കെ ഓർമ്മയിൽ വെച്ചാകും നേരത്തെ റയൽ മാഡ്രിഡ് പരിശീലിപ്പിച്ച സ്പാനിഷ് കോച്ച് ഹുലൻ ലൊപ്പറ്റഗി ഇന്ന് ടീമിനിറക്കുന്നത്. ആ ഓർമ്മകളാകും അവരെ ഈ ഒരു പോരാട്ടത്തിലേക്ക് സജ്ജമാക്കുന്നത്. ഇതോടുകൂടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം തഹസിൻ മുഹമ്മദ് ജംഷീദ് എന്ന് പറയുന്ന 19-കാരനായിട്ടുള്ള കണ്ണൂർ വളപട്ടണത്ത് വേരുകളുള്ള ഒരു മലയാളി കൂടി ഈ ടീമിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. എന്നാൽ തഹസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ടീമിൽ ഇടം പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം ടീം ഇനിയും പ്രഖ്യാപിക്കാൻ ഇനിയും സമയം ഒരുപാട് ബാക്കിയുണ്ട്. മത്സരത്തിന് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഈ സ്റ്റാർട്ടിംഗ് ലൈനപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ ബെഞ്ചിലിരിക്കുന്ന പ്ലേയേഴ്സിനെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാകൂ. ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരിക്കൽ പോലും തഹസിന് ഇടം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ കളിച്ചു പരിചയമുള്ള കളിയിൽ വളരെയേറെ അനുഭവ സമ്പത്തുള്ള അക്രം അഫീഫിനെ പോലെയുള്ള, അതുപോലെ തന്നെ യൂസുഫ് അബൂർസയെ പോലെയുള്ള, എഡ്മിൽസൺ ജൂനിയറിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സുകൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ഒരു ഇമ്പാക്റ്റ് സബ് എന്നുള്ള രീതിയിലായിരിക്കും ഇനി ഇടം പിടിക്കുകയാണ് എങ്കിൽ പോലും തഹസിൻ മുഹമ്മദ് കളത്തിലുണ്ടാകുക. എന്നാൽ അദ്ദേഹം ഒരു റിക്കവറി പ്രോസസ്സിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാകില്ല. ഏതായാലും ടീമിൻ്റെ ലൈനപ്പുകൾ വരാൻ ഇനിയും സമയമുണ്ട്. നിലവിലുള്ള സാഹചര്യം വെച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ക്വാഡിനായിരിക്കും കോച്ച് ഹുവൻ ലൊപ്പറ്റഗി ഒരു മുൻതൂക്കം കൊടുക്കുക. കാരണം ലോകകപ്പ് പോലെയുള്ള ഒരു വലിയ വേദിയിൽ എക്സ്പീരിയൻസ് വളരെ വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ കളിച്ച് അനുഭവ സമ്പത്തുള്ള താരങ്ങളെ ആയിരിക്കും ഈ ഒരു ആദ്യ 11 സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ പരിഗണിക്കുക. ഈ 2025-26 ഒരു കണക്കുകൾ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 372 മിനിറ്റുകൾ മാത്രമാണ് തഹസിൻ മുഹമ്മദ് ഒരു സീനിയർ ടീമിന് വേണ്ടി ക്ലബ്ബുകൾക്കടക്കം കളിച്ചിട്ടുള്ളത്. അതോടൊപ്പം മറ്റുള്ള മുന്നേറ്റ നിരയിലെ അക്രം അഫീഫ്, അതുപോലെ തന്നെ എഡ്മിൽസൺ ജൂനിയർ, അതുപോലെ അഹമ്മദ് അൽ ഗാഞ്ചി എന്നുള്ള പ്ലേയേഴ്സൊക്കെ ഇവർ 2000-ലേറെ മിനിറ്റുകൾ കളിച്ച ഒരു അനുഭവ പരിചയം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും അനുഭവ പരിചയമുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ക്വാഡിനായിരിക്കും ഏതൊരു കോച്ചും ആദ്യഘട്ടത്തിൽ പ്രിഫർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനി തഹസിൻ ടീമിലുണ്ടെങ്കിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് സബായിട്ട് മാത്രമായിരിക്കും കളത്തിലിറങ്ങുക. കഴിഞ്ഞ 2 കളികൾ അഥവാ ലോകകപ്പ് സന്നാഹത്തിൽ നേരത്തെ എൽ സാൽവദോറിനെതിരെയും അതുപോലെ തന്നെ അയർലൻഡിനെതിരെയും, ഈ അയർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു. എൽ സാൽവദോറിനുള്ള മത്സരത്തിൽ സമനിലയായിരുന്നു. ഈ 2 കളിയിലും തഹസിൻ മുഹമ്മദ് സബ്ബായിട്ട് ഇറങ്ങിയിരുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സൗഹൃദ മത്സരങ്ങളിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങാനുള്ള അതിനുള്ള മാനദണ്ഡങ്ങൾ വ്യത്യാസമുണ്ട്. ലോകകപ്പിൽ 5 സബ്സ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. എന്നാൽ സൗഹൃദ മത്സരങ്ങളിൽ നിരവധി കളിക്കാരെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഒരു 10-12 മിനിറ്റ് തഹസിൻ മുഹമ്മദ് കളത്തിലുണ്ടായിരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഒരു വ്യക്തത വരണമെങ്കിൽ ടീമിൻ്റെ അന്തിമ 11 പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനാണ് മുൻതൂക്കം എന്നതിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം അവരുടെ സ്ക്വാഡ് ഡെപ്ത് എന്ന് പറയുന്നത് അത്രമാത്രം
അത്രമാത്രം എക്സ്പീരിയൻസും ടെക്നിക്കലി സ്കിൽഡുമാണ്. ഗ്രനാഡ് ഷാക്കെ പോലെയുള്ള, അതുപോലെ തന്നെ ബ്രീൽ എംബാളെ പോലെയുള്ള, അതുപോലെ വർഗാസിനെ പോലെയുള്ള വലിയ താരങ്ങൾ അവർക്കുണ്ട്. അവർ യൂറോപ്യൻ ലീഗിലും അതുപോലെ തന്നെ പ്രീമിയർ ലീഗുകൾ, അതുപോലെ തന്നെ സ്പാനിഷ് ലീഗിലും അതുപോലെ ഇറ്റാലിയൻ ലീഗിലും ഒക്കെ ഇങ്ങനെ ലോകത്തെ ഒന്നാന്തര ലീഗുകളിൽ കളിച്ചു പരിചയമുള്ള താരങ്ങളാണ് എതിരാളികളായി ഇന്ന് ഉള്ളത്. അതുകൊണ്ട് കൃത്യമായി ഈ ഒരു പോരാട്ടത്തിൽ മുൻതൂക്കം സ്വിറ്റ്സർലൻഡ് തന്നെയാണ്. എന്നാൽ ഇത് ഫുട്ബോളാണ്, അപ്രവചനീയമായ എന്തും സംഭവിക്കാം. കഴിഞ്ഞ ലോകകപ്പിൽ നമ്മളത് അർജന്റീനയുടെ കാര്യത്തിൽ തന്നെ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫുട്ബോളിൻ്റെ അപ്രവചനീയത തന്നെയാണ് സൗന്ദര്യവും. ഖത്തറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ആദ്യ മത്സരത്തെ വരവേൽക്കാൻ പ്രവാസികളടക്കമുള്ള ആളുകൾ വളരെ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പല സ്കൂളുകളിലും ഇവിടെ വലിയ സ്ക്രീനുകളിൽ വെച്ച് പ്രദർശിപ്പിക്കുന്നുണ്ട് മത്സരം. ഏതായാലും അവരുടെ ഒരു രണ്ടാം വീട് എന്ന് ഖത്തറിന് കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ മത്സരത്തെ ഇവിടുത്തെ പൗരന്മാരെ പോലെ തന്നെ ഇവിടുത്തെ പ്രവാസികൾ കൂടി ഈ ഒരു മത്സരത്തെ വളരെ ആവേശപൂർവ്വം വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. നജ്മ.